ഹലോ മക്കളെ, മോഡൽ എക്സാമും എടുത്തെത്തി. ഇനി നമുക്ക് ഫൈനൽ എക്സാം എത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ലൈവുകളെല്ലാം തകർത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാനുകളാണ് അല്ലേ. നമുക്ക് +1 CS എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അതായത് പ്രോഗ്രാമിംഗ് ചാപ്റ്റേഴ്സ്, തിയറി ചാപ്റ്റേഴ്സ്, പ്രോബ്ലം ചാപ്റ്റേഴ്സ് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ആകെ 12 ചാപ്റ്റേഴ്സുകളുണ്ട് അല്ലേ. അതായത് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് മുതൽ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് വരെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സുകൾ പോകുന്നത്. അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിങ്ങിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കണ്ടൻസുകൾ എന്തൊക്കെയാണ്? ഫുള്ള് തിയറിയാണ്. അതായത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആയിട്ട് വരാറുള്ളത്. അതായത് ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഈ ചാപ്റ്ററിൽ വരാറുള്ളത്. അതായത് ഏകദേശം ഒരു 5 കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് എന്താണ് നമ്പർ സിസ്റ്റംസ് പഠിക്കുന്നുണ്ട്. അതായത് ആൻസൈൻ നമ്പർ സിസ്റ്റംസ് പഠിക്കുന്നുണ്ട്, സുമേറിയന്, ദെൻ ബാബിലോണിയൻ, അങ്ങനെ കുറേ നമ്പർ സിസ്റ്റംസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ലാതെ അബാക്കസ്, ദെൻ പിന്നെ ഡിഫറൻസ് ടെക്നോളജീസ് പഠിക്കുന്നുണ്ട്, ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ടോപ്പിക്സുകളാണ് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ അത് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ ഡേറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്രയാണ്. അവിടെ 2 കാറ്റഗറീസ് ചെയ്യാം, ഡേറ്റ റെപ്രസെൻറ്റേഷനും ബൂളിയൻ ആൾജിബ്രയും. അതായത് നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ബൂളിയൻ ആൾജിബ്രയും വരുന്നുണ്ട്. നമ്പർ സിസ്റ്റം എന്നാണെങ്കിൽ നമുക്ക് ബൈനറി, ഡെസിമൽ, ഒക്ടൽ, ഹെക്സാഡെസിമൽ ഒക്കെ ആണെങ്കിൽ ബേസിക് ഐഡിയാസ് പഠിച്ചു. ദെൻ പിന്നെ നമ്പർ കൺവേർഷൻ പഠിക്കണം. ഈ നമ്പർ കൺവേർഷൻ പഠിക്കാൻ ഒരിക്കലും അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് അതിനകത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ 2 പാർട്ടിൽ നിന്നും, ബൂളിയൻ ആൾജിബ്രയിൽ നിന്നും നമ്പർ സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ 2 പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെങ്കിൽ നമ്പർ സിസ്റ്റം കൺവേർഷൻ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ, ദെൻ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ, 4-to-1 മെത്തേഡ്, 8-4-to-1 മെത്തേഡ്, അത് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ബേസിക് ഗേറ്റ്സുകൾ, ആൻഡ്, ഓർ, നോട്ട് ഗേറ്റുകൾ, ദെൻ ലോജിക്കൽ ഡയഗ്രംസ്, ദെൻ പിന്നെ ആണെങ്കിൽ ഡിമോർഗൻസ് തിയറംസ്, ചില പ്രൂഫുകളുണ്ട്. അതെല്ലാം പഠിച്ചാൽ മാത്രമേ ഈ 2 ടോപ്പിക്സ്, ഈ 2 സെക്ഷൻസിൽ നിന്നാണെങ്കിൽ ഇത്രയും ടോപ്പിക്സുകൾ പഠിച്ചാൽ മാത്രമേ ആ ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏകദേശം നമുക്ക് 10 മാർക്ക് വെയിറ്റേജ് വരാറുണ്ട് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന്. ഇനി തേർഡ് ചാപ്റ്ററിലോട്ട് വരും കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഫുള്ള് തിയറിയാണ് കേട്ടോ. യെസ്, അല്ലാതെ വേറെ തിയറി അല്ല, വേറെ ഒന്നുമില്ല. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കമ്പോണൻസുകൾ പഠിക്കുകയാണ്. അതിൽ നിന്ന് ഏകദേശം 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അത് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. അപ്പോൾ അന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയാം, ഫ്ലോ ചാർട്ട്, അൽഗോരിതം, ആ കാര്യങ്ങൾക്ക് ഡ്രോ ചെയ്യുക. പിന്നെ കുറച്ച് സോഴ്സ് കോഡ് എന്താണ്, ഡോക്യുമെൻറ്റേഷൻ എന്താണ്, അതിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. പിന്നെ ഒരു അൽഗോരിതം തന്നിട്ട് ഫ്ലോ ചാർട്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം 7-8 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 7-8 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് ആണുള്ളത്. ഇതിനകത്ത് ഏകദേശം നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത് 5-6 വെയിറ്റേജ് ആണ് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ടോപ്പിക്ക് വരുന്നത് ടോക്കൺസ് മാത്രമേ ഉള്ളൂ. ഈ ടോക്കൺസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ്, കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ വേറൊന്നും ഈ കണ്ടൻസ് വരുന്നില്ല. മാക്സിമം വരുന്ന വെയിറ്റേജ് 5 മാർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഒരു വലിയ ചാപ്റ്ററാണ്. ഡേറ്റ ടൈപ്സ് എന്താണ്, ഓപ്പറേറ്റേഴ്സ്, ദെൻ പിന്നെ എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ദെൻ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാനുള്ള സെക്ഷൻസുകളെല്ലാം വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന സെക്ഷൻ എന്ന് പറയുക 9-10 മാർക്ക് വെയിറ്റേജ് വരാറുണ്ട്. നെക്സ്റ്റ് പറയുന്നു പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് മക്കളെ, ഈ ചാപ്റ്ററിനകത്ത് സിൻറ്റാക്സുകളൊന്നും പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തുള്ള ഫോർ എക്സാമ്പിൾ ഇഫ് എൽസിൻ്റെ സിൻറ്റാക്സ് പറയുകയാണ് ഇഫ്, ടെസ്റ്റ്, എക്സ്പ്രഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1, എൽസ്, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2. ആ പറഞ്ഞ സിൻറ്റാക്സുകൾ പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്തുള്ള ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ആ ഒരു ചാപ്റ്റർ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നെക്സ്റ്റ് അടുത്തലോട്ട് വരുമ്പോൾ അറേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു സിംഗിൾ വേരിയബിളിനകത്താണ് സിംഗിൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് എങ്കിൽ, അറേ വരുമ്പോൾ എന്താണ്, ഒരു സിംഗിൾ വേരിയബിളിനകത്താണെങ്കിൽ മൾട്ടിപ്പിൾ വാല്യൂ സ്റ്റോർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റുകൾ അതിനകത്ത് 4 അൽഗോരിതംസ് പറയുന്നുണ്ട്. ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ലീനിയർ സെർച്ച്, ബൈനറി സെർച്ച് അൽഗോരിതംസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ 4 അൽഗോരിതംസ് എപ്പോഴും എല്ലാ എക്സാംസിനും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ മാക്സിമം മാർക്ക് ചോദിക്കുന്ന 5 മാർക്കാണ്. അത് എന്താണ്, നമ്മുടെ അറേയുടെ കണ്ടിന്യൂഷൻ ചാപ്റ്ററാണ്. നെക്സ്റ്റ് ഫംഗ്ഷനിലോട്ട് വരികയാണെങ്കിൽ വേറെ ന്യൂ ഒരു ഐഡിയ ആണ്. കാരണം സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ആണെങ്കിൽ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളൊരു ചാപ്റ്ററാണ് മക്കൾ ഫംഗ്ഷൻ എന്ന് പറയല്ലേ. അപ്പോൾ ഫംഗ്ഷൻ്റെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ 2 പാർട്ടിൽ നിന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ നിന്നും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ അടുത്തതിലോട്ട് വരുമ്പോൾ എന്താണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഫുൾ തിയറിയാണ്. നെറ്റ്വർക്ക് ടേംസുകൾ, നെറ്റ്വർക്ക് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം എന്നുള്ള കാര്യം കംപ്ലീറ്റ്ലി പറയുന്ന ഒരു ചാപ്റ്ററാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ലാസ്റ്റാണ് ഇൻ്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10 മാർക്കാണ് വരാറുള്ളത്.
ലാസ്റ്റ് ചാപ്റ്ററാണ് ഇൻ്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിങ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനകത്താണെങ്കിൽ 2 സെക്ഷനായിട്ട് തിരിക്കാം. ഇൻ്റർനെറ്റ് മൊബൈൽ കമ്പ്യൂട്ടിങ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് നമ്മുടെ ഇൻ്റർനെറ്റ് തന്നെയാണ്. അപ്പോൾ ഇൻ്റർനെറ്റ് എന്താണ്, ഹിസ്റ്ററി എന്താണ്, ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കിലൂടെ കണക്ട് ചെയ്യാം, ഈ സോഷ്യൽ മീഡിയ അഡ്വാൻറ്റേജ് എന്നാണ്, ഇമെയിൽ അഡ്വാൻറ്റേജ് എന്നാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇതിനകത്ത് മാക്സിമം വെയിറ്റേജ് വരുന്നത് 5 to 6 മാർക്കാണ്. വലിയ ചാപ്റ്റർ ആണെങ്കിലും വെയിറ്റേജ് വളരെ കുറവാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ നിലകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പഠനങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവ് സെഷൻസുകൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യല്. അപ്പം നിങ്ങളൊപ്പം സൈലമുണ്ട്. ഓൾ ദി ബെസ്റ്റ്.